ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗാർലിക് എഗ് വെജിറ്റബിൾ പൊറോട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈസിയായി ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കുക. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് മാവൊന്ന് നല്ലതുപോലെ നനച്ചെടുക്കുക. കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കുഴച്ച് പുട്ടുപാകത്തിൽ നനച്ചെടുക്കുന്നത് പോലെ നനച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അയവിൽ തേച്ച് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീതയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കൂടുതൽ സമയം വെക്കുന്നത് നല്ലതാണ്. എന്നാൽ നമുക്കിപ്പോൾ 1 മണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കുക. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. നീളത്തിലരിഞ്ഞ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാബേജും നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മുട്ടയുമായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം കേട്ടോ. ഞാനിതിൽ വളരെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർത്താലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചതിലും കുറച്ചുകൂടി ലൂസായിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റുമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടി ഒരു പലകയിലേക്ക് നമുക്കിത് മാറ്റാം. പൊറോട്ടയ്ക്കുള്ള മാവായതുകൊണ്ട് നമ്മൾ പൊടി തൂവാതെ ഓയിൽ ഉപയോഗിച്ച് വേണം പരത്താനായിട്ട്. ഞാനിവിടെ ഒരു പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ എല്ലായിടത്തും പുരട്ടി കൊടുക്കാം. പലകയിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ചേർത്ത് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. വീശി അടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് ഇതുപോലെ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പലകയുടെ മൊത്തം കിട്ടത്തക്ക രീതിയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ മാവ് കൊണ്ട് 2 എണ്ണം ഉണ്ടാക്കാം. 2ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ 1 എണ്ണം തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് എണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിത് ഏകദേശം പലകയുടെ അളവിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുകയാണെങ്കിൽ കുറച്ചുകൂടി വലിപ്പത്തിൽ നേരിയതായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഓയിൽ നല്ലതുപോലെ തടവി കൊടുക്കുക. ഓയിലൊക്കെ എല്ലായിടത്തും നല്ലതുപോലെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മൈദ മാവ് തൂവി കൊടുക്കാം. പൊറോട്ടയുടെ ലെയറൊക്കെ നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാവ് തൂവുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല. ലെയറായിട്ട് നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതിൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പോൾ മാവെല്ലാം തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരികിൽ നിന്ന് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം.
ഇതുപോലെ നല്ല ടൈറ്റാക്കി ചുരുട്ടിയെടുക്കണം. കൗണ്ടർ ടോപ്പിലായിരുന്നെങ്കിൽ ഇത് ചുരുട്ടും തോറും നമുക്കിത് നീട്ടി നീട്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി നീളത്തിൽ നമുക്കിത് ചുരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ പലകയിലായതുകൊണ്ട് പലകയിലെ അളവ് മാത്രമേ നമുക്ക് ചുരുട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം നല്ലതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പലകയിലെ നടുവിലേക്ക് നീക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരറ്റത്തുനിന്ന് നല്ലതുപോലെ ചുരുട്ടിയെടുക്കാം. മറ്റേ അറ്റം അടിയിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാം. കണ്ടോ, ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനൊരു പൊറോട്ട പ്രസ് കൊണ്ടാണ് ഞാനിത് പരത്തിയെടുക്കാൻ പോകുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി റോളർ ഉപയോഗിച്ച് പരത്തിയെടുത്താലും മതി. ഇതുകൊണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തുന്നതോടൊപ്പം നമുക്കിതിൻ്റെ ലെയറൊക്കെ കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് ആവശ്യമുള്ള അത്രയും വട്ടത്തിൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു ചപ്പാത്തിനേലും കുറച്ചുകൂടി വലിപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. പരത്തിയെടുത്താൽ ഉടനെ തന്നെ നമ്മൾ പാനിലേക്ക് ഫ്രൈ ചെയ്യാനിടണം. അപ്പോൾ നേരത്തെ തന്നെ പാൻ ചൂടാക്കി ഇട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഈ മാവ് ലൂസായി പോയാൽ നമുക്കിത് എടുത്തിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിത് പാൻ നേരത്തെ തന്നെ ചൂടാക്കി ഇട്ടിരുന്നതാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തതിന് ശേഷം ഈ പരത്തിയ പൊറോട്ട ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടിയതിന് ശേഷം മറിച്ചിടാം. കുറച്ച് എണ്ണ ചേർത്ത് താഴെ ഭാഗം നല്ലതുപോലെ മൊരിയുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യുക. താഴെ നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം മറിച്ചിടാം. ഇപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. കുറച്ച് വേഗത്തിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ താഴെ ഭാഗം കരിഞ്ഞു പോവും. അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണം. 2 മുട്ടയായതുകൊണ്ട് സൈഡിലേക്കൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല. സൈഡിലേക്കൊക്കെ ഈ മുട്ട ഒഴുകി പോയാലും കുഴപ്പമൊന്നുമില്ല. 1 മുട്ട ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നേനെ. പക്ഷേ ഇത് 2 പേർക്കുള്ളൊരു ഭക്ഷണമായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കിയാൽ ഇത് 2 പേർക്ക് ആവശ്യത്തിനുണ്ടാവും. ഇതിൻ്റെ പുറത്തേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് പൊടിയായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 6-7 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത്രയും വെളുത്തുള്ളി ചേർത്താൽ മതിയാകും. കുറച്ചുകൂടി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. താഴെ മുരിഞ്ഞതിന് ശേഷം മറിച്ചിടാം. ഇനി മുട്ടയും വെജിറ്റബിളും ഒക്കെ നല്ലതുപോലെ കുക്കാവുന്നത് വരെ ഫ്രൈ ചെയ്യാം. 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്താൽ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ക്യാരറ്റും കാബേജും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. വെളുത്തുള്ളിയും പെപ്പറൊക്കെ കുക്കായ മണം നല്ലതുപോലെ വരുന്നുണ്ട്. നല്ല കൊതിപ്പിക്കുന്ന മണമാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ്, എളുപ്പമാണ്. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. വെജിറ്റബിളും മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഈ ഗാർലിക് എഗ് വെജിറ്റബിൾ പൊറോട്ട വളരെ നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ കഴിച്ചാൽ നിങ്ങൾ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും
റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.